ഞാൻ ചോദിക്കട്ടെ, ഈ ഈ ഈ ഈ തുരങ്കം വന്നു എന്ന് വെക്കുക. നമുക്കറിയാം, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ തറക്കല്ലിട്ട തുരങ്കം 15 കൊല്ലമായി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പോഴുള്ള മോഡി അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ആരാണ് നിർമ്മിച്ചത്? ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ടെക്നോളജി കൈവശമുള്ള ഇന്ത്യൻ മിലിറ്ററിയാണ്. 15 കൊല്ലം എടുത്തു. നമ്മുടെ ഈ കുതിരാൻ തുരങ്കത്തിന്റെ കഥ നിങ്ങൾക്കറിയാം. എത്ര കൊല്ലായി? അത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ ഈ തുരങ്കം തുടങ്ങിയാൽ തന്നെ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തിനിടയിൽ ഈ തുരങ്കം പൂർത്തിയാകാൻ പോകുന്നില്ല എന്നുള്ളത് സഖാവ് ശശീന്ദ്രനും എല്ലാവരും അംഗീകരിക്കും. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ വയനാട്ടിലെ യാത്രാ ദുരിതം തീർന്നാൽ മതി. വയനാടിന്റെ യാത്രാ ദുരിതം ഇതിന് ചെലവഴിക്കാൻ പറ്റിയിട്ടുള്ളതായ 250 കോടിയിൽ 500 കോടി ചെലവഴിച്ചാൽ വെറും 2 കൊല്ലം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വയനാട്ടിലേക്ക് 5 ചുരം റോഡുകളുണ്ട്. 5 ചുരം റോഡുകളുണ്ട്. നാടുകാണി ചുരം, താമരശ്ശേരി ചുരം, പക്രംതളം ചുരം, പേരിയ ചുരം, ബോയ്സ് ടൗൺ ചുരം. ഈ 5 റോഡുകളും മോഡറൈസ് ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്താൽ വരുന്ന 25 വർഷത്തേക്ക് ഒരുവിധ യാത്രാ ദുരിതങ്ങളും ഇവിടെ ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, മരക്കാര് പറഞ്ഞ പക്രംതളം, അതായത് കുറ്റ്യാടി വഴിയുള്ളതായ റോഡ്, അത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ വനമൂല പദ്ധതിയിലെ പിന്നെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ്. ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ റോഡ് വികസിപ്പിക്കാൻ ഒരു നിയമ തടസ്സവുമില്ല. അവിടെ ഫോറസ്റ്റ് ഇല്ല. ഫോറസ്റ്റ് ഇല്ല എന്ന് ഞാൻ ഫോറസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ റോഡിന്റെ ഒരു വശത്ത് മാത്രമേ 1 കിലോമീറ്റർ നീളത്തിൽ വനമുള്ളൂ. അതിന്റെ മറുവശത്ത് ലാൻഡ് അക്വയർ ചെയ്ത് വളരെ പെട്ടെന്ന് എടുക്കാവുന്ന, അവിടെ കാര്യമായ വളവും തിരിവുള്ള റോഡല്ല അത്. മാത്രമല്ല, അത് കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും ഏതാണ്ട് വളരെ ഹാർട്ട്ലാൻഡ് ആയ പ്രദേശത്തേക്കാണ് ഈ റോഡ് ചെല്ലുന്നത്. അത് മോഡറൈസ് ചെയ്യുക, അതിനാവശ്യമായ വനഭൂമി വിട്ടുകിട്ടാൻ ശ്രമിക്കുക. വളരെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇന്നും ശരി, പഠിച്ചു തീരാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. പറയൂ. കേന്ദ്ര ഗവൺമെന്റ് ഇതിന് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയറൻസേ കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ സഖാവ് ശശീന്ദ്രനും നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, അതൊരു ആത്യന്തികമായ അനുമതിയല്ല. അത് ഈ പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതായ ഒരു സിഗ്നൽ മാത്രമാണ്. അതിന് അവിടത്തെ സംബന്ധിച്ച് അവിടുത്തെ ജിയോ ടെക്നിക്കൽ സർവേ, അവിടുത്തെ വെള്ളം, ഞാൻ ചോദിക്കട്ടെ, 3 ജില്ലകൾക്കുള്ള കുടിവെള്ളത്തിന്റെ സ്രോതസ്സാണത്. സ്ഥിരമായി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണത്. ഇതുപോലുള്ള ഒരു പ്രദേശത്ത് കൂടി ഗുഹാമുഖത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഗുഹ ചെല്ലുന്ന മറുവശത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ദുരിതം ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് കൂടി ഈ തുരങ്കപാത പോയാൽ എങ്ങനെയാണ് ടൂറിസത്തെ വികസിപ്പിക്കുക? ടൂറിസത്തിന് ആൾക്കാർക്ക് വരാൻ ചുരം കയറി ചുരത്തിന്റെ വളവും തിരിവും ആസ്വദിച്ച് വരുന്നതാണോ? ഒരു നേരമായിട്ടുള്ള ഒരു റോഡിലൂടെ വരുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ, ഒറ്റ കാര്യം കൂടി അവസാനിപ്പിക്കാം. ഈ ചുരം പാത, ഈ ടണൽ ആരംഭിക്കുന്നത് കള്ളാടിയിൽ 700 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ്. ഈ ചുരത്തിന്റെ ഈ ടണല് അവസാനിക്കുന്ന സ്വർഗംകുന്ന്. സ്വർഗംകുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറിപ്പുഴയിൽ കിടന്നിട്ടാണ് സ്വർഗംകുന്ന്. ആ സ്വർഗംകുന്ന് 702 മീറ്റർ ഉയരത്തിലാണ്. അപ്പൊ 700 മീറ്റർ അകലത്തിലേക്ക് മേപ്പാടിയിൽ നിന്ന് വളവും തിരിഞ്ഞും കഴിഞ്ഞ് അവിടെ എത്തണം. മാത്രമല്ല, ഈ സ്വർഗം കുന്ന് ഞാൻ വായിച്ചറിഞ്ഞത് ശരിയാണെങ്കിൽ വളരെ ഫ്രജൈൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് സ്വർഗം കുന്നാണ്. അതെ അതെ, വളരെ ഫ്രജൈലാണ്. നമ്മള് കണ്ണാടിയേക്കാൾ ഫ്രജൈലാണ്. അത് 702 മീറ്റർ ഉയരത്തിലാണ്. അവിടെ നിന്നും ചുരം പോലുള്ളതായ ഒരു 5-8 കിലോമീറ്റർ. അല്ല, പക്ഷെ ഇതെല്ലാം പഠിച്ചിട്ടല്ലേ, ഇതൊക്കെ പഠിച്ചും ഇതിന്റെ പാരിസ്ഥിതികാഘാത പഠനവും ഒക്കെ നടത്തിയല്ലേ ശ്രീ ബാദുഷ ഇതിനൊരു അനുവാദം കൊടുത്തത്, അനുമതി കിട്ടിയത്? അത് കേന്ദ്രത്തിൽ നിന്നാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നോക്കിയിട്ടല്ലേ? ഇത് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള മേഖലയാണ്. പൊതുവേ ഈ മേഖല അങ്ങനെയാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എൻട്രൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി ഫ്രജൈലാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ പരിശോധിച്ചിട്ടും പഠനം നടത്തിയിട്ടുമാണല്ലോ. അല്ല, അനുമതി കിട്ടി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കൊടുത്ത അനുമതിയും DPRും പറയുന്ന കാര്യങ്ങളിൽ തന്നെ സംശയമുണ്ട്. അത് തന്നെ ഒരു കോടതിയിലോ ഒരു എക്സ്പെർട്സിന്റെ മുമ്പിലോ അവതരിപ്പിച്ചാൽ ഈ ചുരം പാത തള്ളിക്കളയാവുന്ന നിരവധി വാദങ്ങൾ. ആനകളുടെ പാസേജാണ്, ഇക്കോളജിക്കലി ഫ്രജൈൽ ഏരിയ ആണ്, നദികളുടെ പ്രഭവ കേന്ദ്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ തുരങ്കം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാലോ, 8 കിലോമീറ്റർ ഉള്ളതായ തുരങ്കത്തിൽ നിന്നും ഒരു അപകടം ഉണ്ടായാൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ
പിന്നെ ചില മാർഗങ്ങൾ വേണ്ടേ? ഇതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.7 700 കിലോമീറ്റർ കൂടി നീളം, 10 മീറ്റർ വീതി, അതെ. 1643 കോടി ചെലവ്. അന്നാണ് 1500. ഇപ്പോൾ ഈ 2500 ആയിട്ടുണ്ടാവും. അന്നാണ് ഇപ്പോൾ പുതിയ ആ, ഇത് പഴയ കണക്ക് കണക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ്. ഏതായാലും ഏതായാലും 700 മീറ്ററിന്റെ സമുദ്രനിരപ്പിലൂടെ കടന്നു പോകുന്ന റോട്ടിൽ നിന്നും നമ്മുടെ കള്ളാടിയുടെയും പിന്നെ അതുപോലെ നാണക്കാമ്പൊയിലിന്റെയും ഇടയിലുള്ള ആ മലനിരകളുടെ ടോപ്പിലേക്ക് 2400 മീറ്റർ ഉയരമുണ്ട്. ഒരു ശരി. അപകടം ഉണ്ടായാൽ 2400 മീറ്റർ ഉയരത്തിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ളതായ പിന്നെ ഓക്സിജൻ കടന്നു വരാനുള്ളതായ വാതായനങ്ങൾ ഉണ്ടാവണം. അവരെ എസ്കേപ്പ് ചെയ്യാനുള്ളതായ എലിവേറ്ററുകൾ ഉണ്ടാവണം. പല ടെക്നിക്കുകളും വേണം. പിന്നെ ആനകൾക്കും വന്യജീവികൾക്കും ഇതിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയാൽ പുറത്തു വരാനുള്ളതായ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഇതെല്ലാം കൂടി എടുത്താൽ തന്നെ ഇത് ഒരിക്കലും യോജിക്കാവുന്നതല്ല. ശരി. ഈ പറയുന്ന രീതിയിലുള്ളതായ ഡെപ്ത് ആയുള്ള പഠനം നടന്നിട്ടില്ല. ശരി. ഇവിടുത്തെ എക്സ്പെർട്സുകളെ കൊണ്ടുള്ളതായ ഒരു പഠനവും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല അതാണ് താങ്കൾ ഈ എന്നുള്ളതാണ് വിഷയത്തിൽ വാസ്തവം. സ്വീകരിക്കുന്ന നിലപാട്.